Good morning. എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലേ നമുക്ക്. മഴയൊക്കെ ഉണ്ടോ അവിടെ എല്ലാവരും? മഴയുണ്ടാവും. ഉണ്ട്. ഒരു നമ്മള് സ്കൂള് തുറക്കണതിന്റെ ഒരു പ്രതീതിയായി അല്ലെ? 2-3 ദിവസമൊക്കെ ആയിട്ട് മഴയൊക്കെയാണ്. ഇല്ല, സ്ഥിരയുടെ അവിടെ ഇല്ല അല്ലെ? ഇവിടെയൊക്കെ മഴയാണ്. ഓക്കെ, അപ്പോ ഇപ്പോൾ നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സിലേക്ക് കയറിയിട്ട് അല്ലേ? ക്ലാസ്സിലൊക്കെ എടുത്തൊക്കെ ഓർക്കണ്ട എവിടെയൊക്കെയാണ് നമ്മൾ പഠിച്ചു നടത്തിയെന്ന് റിവൈസ് ചെയ്ത് നോക്കിയായിരുന്നോ? നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? 3ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ എവിടെ വരെ എടുത്തത്? ദ പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെ? ഓരോരുത്തർക്കും ഓരോ പേഷ്യന്റിന് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജറിനൊക്കെ ഓരോരുത്തരുടെയും ക്വാളിറ്റിയുടെ വീക്ഷണങ്ങൾ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ദ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് അവരെങ്ങനെയാണ് ക്വാളിറ്റിയെ അവർക്കുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞ എങ്ങനെയാണ്? രാജ്യത്തുള്ള പല ഭാഗങ്ങളിൽ നടത്തിയ റിസർച്ചില് പറയുന്ന പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്സ് അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കിട്ടണം എന്നാണ് അവര് എന്താ പറയാ അവര് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയായിരിക്കണം അത് ആ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അല്ലെ? റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ, വളരെ സേഫ് ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ, പിന്നെ അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. കോസ്റ്റ് അല്ലെ? കോസ്റ്റ് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡ് ദ സഫിഷ്യന്റ് ഇൻഫർമേഷൻ ദർ കണ്ടീഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ? അവർക്കുടെ അവസ്ഥയെ കുറിച്ച്, ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആവശ്യത്തിനുള്ള വിവരങ്ങള് നൽകുന്ന രീതിയിൽ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഡ്രഗ്സ് അല്ലെ? മരുന്നുകള് ലഭ്യമാകുന്ന രീതിയിൽ, പിന്നെ അവർക്ക് പ്രൈവസി കിട്ടുന്ന രീതിയിൽ അല്ലെ? പിന്നെ അതുപോലെ പറഞ്ഞേക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയില് അല്ലെ? അവർക്ക് മനസ്സിലാവുന്ന ഭാഷയില് കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറഞ്ഞു കൊടുക്കുക. ആ ഒരു രീതിയിലുള്ള ഒരു ക്വാളിറ്റി സർവീസ് ആണ് പേഷ്യന്റ് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് അവര് ആഗ്രഹിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റിയുടെ ഒരു വീക്ഷണമാണ്. ഈ രീതിയിൽ നമ്മളിപ്പോ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ? അതുപോലെയുള്ള ഒരു ക്വാളിറ്റി സർവീസ് കിട്ടണമെന്നാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തിയ റിസർച്ചിൽ നിന്നും നമുക്ക് അവർക്കുടെ ആ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് ആഗ്രഹിക്കുന്നത് അല്ലെ? ഇതല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഫസ്റ്റ് പോയിന്റ് അല്ലായിരുന്നോ അല്ലേ? രണ്ടാമത്തെ നോക്കി ദ ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ. ഇനി അവരെങ്ങനെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവർക്കുടെ പങ്ക് എന്താണ്? ഓക്കെ, ദ ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഇഫ് ഹി ഓർ ഷീ ഹാസ് അല്ലെ? ഒരു ഗുണനിലവാരമുള്ള ഒരു കെയർ, പരിചരണം നൽകാൻ ഈ ഹെൽത്ത് പ്രൊവൈഡറിന് കഴിയണം അല്ലെ? അല്ലെങ്കിൽ ആ ഹെൽത്ത് പ്രൊവൈഡറിന് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം? ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു കെയർ, ഒരു പരിചരണം നൽകാൻ ഹെൽത്ത് പ്രൊവൈഡറിന് കഴിയണം. അതിന് അദ്ദേഹത്തിന് എന്ത് വേണം? അപ്പോ സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ് അല്ലെ? സഫിഷ്യന്റ് ആയിട്ടുള്ള നോളജ് വേണം, അതിനുള്ള അറിവ് വേണം, അദ്ദേഹത്തിന് അതിനുള്ള എന്ത് വേണം? കഴിവ് വേണം, സ്കില്ല് വേണം, നോളജ് വേണം. ആഡിക്വേറ്റ് റിസോഴ്സ് സ്റ്റാഫ്, അതിന് മതിയായ സ്റ്റാഫുകൾ വേണ്ടേ അല്ലെ? ഹെൽത്ത് പ്രൊവൈഡറിന് നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു കെയർ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള നോളജ് വേണം, അതിനുള്ള സ്കില്ല് വേണം. അത് നല്ലൊരു കെയർ കൊടുക്കാനായിട്ട്, ഒരു ഗുണനിലവാരമുള്ള ഒരു കെയർ കൊടുക്കാനായിട്ട് ആഡിക്വേറ്റ് മതിയായ റിസോഴ്സ് സ്റ്റാഫ് അല്ലെ? സ്റ്റാഫുകൾ വേണം, അതിന് ആവശ്യത്തിനുള്ള മരുന്നുകൾ വേണം, ഡ്രഗ്സ്, സപ്ലൈസ്, അതിനുള്ള എക്യുപ്മെന്റ്സ് വേണം, ആൻഡ് ട്രാൻസ്പോർട്ട് എക്സെട്ര, ട്രാൻസ്പോർട്ടേഷൻ അല്ലെ?
ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള, അല്ലെങ്കിൽ ഇതിനെയൊക്കെ മുൻനിർത്തി അതനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് കഴിയും, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡറിന് കഴിയും. അപ്പൊ അദ്ദേഹം ഈ രീതിയിലൊക്കെ അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കി സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ് തൊഴിലന്തരീക്ഷം, തൊഴിലിടം എങ്ങനെയായിരിക്കണം? ക്ലീൻ ആയിരിക്കണം, വളരെ സേഫ് ആയിരിക്കണം. ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഫോർ ഹെർസെൽഫ് അല്ലെ, അവർക്ക് ആ സ്റ്റാഫുകൾക്ക് പരസ്പരം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരങ്ങൾ കൊടുക്കുക. ആൻഡ് ഈസ് വെൽ പെയ്ഡ് ആറ്റ് റിവാർഡ് ഫോർ ഗുഡ് വർക്ക്, അവരുടെ നല്ല ജോലിക്ക് നല്ല റിവാർഡ് കൊടുക്കുക, അതിനനുസരിച്ചുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക. അപ്പൊ എന്താ, അവരെന്ത് ചെയ്യുന്നു? അവരാ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഈ രീതിയിലൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ എങ്ങനെയാ? അദ്ദേഹത്തിന് അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജ് വേണം, സ്കില്ല് വേണം, അഡിക്വേറ്റ് മതിയായിട്ടുള്ള റിസോഴ്സുകള്, അതിനുള്ള സ്റ്റാഫുകള്, പിന്നെ ഡ്രഗ്സ്, മരുന്നുകള്, സപ്ലൈകള്, എക്യുപ്മെന്റ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര. അതുപോലെ ഒരു ക്ലീൻ വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ആ സ്റ്റാഫുകൾക്ക് പരസ്പരം ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കണം. പിന്നെ നല്ലൊരു വർക്കിന് ആ സ്റ്റാഫുകൾക്ക് റിവാർഡുകൾ കൊടുക്കണം. അപ്പൊ ആ രീതിയിലെല്ലാം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അദ്ദേഹത്തിന്റെ റോളാണ് കേട്ടോ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്വാളിറ്റി കെയറിന് അദ്ദേഹം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ ഹെൽത്ത് സ്റ്റാഫിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറിന്റെ റോള് പങ്കാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കിയേ, ദ ഹെൽത്ത് കെയർ മാനേജർ. ഹെൽത്ത് കെയർ മാനേജർ എങ്ങനെയാ? The health care manager considers quality care as managing efficiently the resource of the health facility. എങ്ങനെയാന്ന് നോക്കിയേ, എഫിഷ്യന്റ്ലി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമായി. അപ്പൊ ഈ ഹെൽത്ത് കെയർ മാനേജർ എങ്ങനെയാണ് നല്ലൊരു ക്വാളിറ്റി കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണം കൊടുക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്താണ്? അദ്ദേഹം എങ്ങനെയാ ചെയ്യുന്നത്? മാനേജിങ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലെ ആ സൗകര്യങ്ങള് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാനേജ് ചെയ്യാണ്, കൈകാര്യം ചെയ്യുക. എങ്ങനെ? എഫിഷ്യന്റ്ലി, കാര്യക്ഷമമായി. എന്താണ്? ദ റിസോഴ്സ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. ഒരു ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലില് റിസോഴ്സുകള് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക അല്ലെ. ഓരോ റിസോഴ്സുകളും നല്ല രീതിയിൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നോക്കി, ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്. ഈ ഹെൽത്ത് സ്റ്റാഫിന് നിശ്ചിത ലക്ഷ്യങ്ങൾ കൈവരിക്കുക, അവർക്ക് ഓരോ ടാർഗറ്റ്, അതിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഹെൽത്ത് സ്റ്റാഫ് ബീയിങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. ഹെൽത്ത് സ്റ്റാഫിനെ എന്ത് ചെയ്യാം? ഇടയ്ക്കിടയ്ക്ക് അവരെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ട സൂപ്പർവൈസ്ഡ്, അവർക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യാം, സൂപ്പർവിഷൻ നൽകുകയും ചെയ്യാം. ഹാവ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ. ആംബിൾ എന്ന് പറഞ്ഞാൽ മതിയായ ഹെൽത്ത് സ്റ്റാഫിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും അവരെ സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുപോലെ നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അതുപോലെ തന്നെ കഴിവുള്ളതുമായിട്ടുള്ള സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെയായിരിക്കണം? സ്റ്റാഫ് ബീയിങ് ഡിസിപ്ലിൻ. സ്റ്റാഫിനെ എങ്ങനെ? ഒരു അച്ചടക്കത്തോടു കൂടി, പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സ് ഫോർ വർക്ക്. അവർക്കുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകൾ, ആ വർക്കിന് അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് ഒരു നല്ലൊരു ഡിസിപ്ലിനിലൂടെ ഒരു മതിയായിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ള സ്റ്റാഫിനെ
പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ ഈ ഹെൽത്ത് കെയർ മാനേജറിന് ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഓരോരുത്തർക്കുടെ റോളാട്ടാ പറയുന്നത്. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്താ ആഗ്രഹിക്കുന്നത്? നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ കിട്ടണം. ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെ, അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകള്, അവർക്കുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അവർക്കുടെ കണ്ടീഷനെ കുറിച്ച് നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഒക്കെ തരുന്ന, അവരിപ്പോ നല്ല രീതിയിൽ പരിഗണിക്കുന്ന രീതിയിലുള്ള ഒരു സർവീസ് കിട്ടണം, ഒരു ക്വാളിറ്റി സർവീസ് കിട്ടണം എന്നാണ് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ, ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജറിനൊക്കെ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള പങ്കാണ്. ഇവർക്ക് എന്താ പറയാ, ഈ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതിനകത്ത് ആർക്കൊക്കെ റോൾ ഉണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അതിനകത്ത് ആ റോളൊക്കെ ഉണ്ടോ? ഈച്ച് ഓഫ് ദ ഗ്രൂപ്പ് മേ ഓപ്പ് ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ദ ഹെൽത്ത് സർവീസ്. ഓരോ ഗ്രൂപ്പും ആ ഹെൽത്ത് സർവീസിൽ നിന്ന് അല്ലെ ഒരു പല കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. പേഷ്യന്റ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇനി ഹെൽത്ത് സ്റ്റാഫോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജറോ നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കണം എന്നാണ് അവര് ആഗ്രഹിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അത് മൂന്നെണ്ണം ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി ഒരു അംഗീകാരം കൊടുക്കുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകൾക്ക്, അതായത് നമുക്ക് എന്താ പറയാ, ചില ഹോസ്പിറ്റലുകൾക്ക് അവര് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ആണ്. അതായത് കുറച്ച് അത് പല പല ഓർഗനൈസേഷൻ ഉണ്ട്. JCI, NAV, അത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാറുണ്ട്. അപ്പൊ അത് JCI ആണെങ്കിൽ ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്. അത് പഠിക്കാറുണ്ട് കേട്ടോ. അതുപോലെ NAV എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഓർഗനൈസേഷൻ. അതായത് ഓരോ ഹോസ്പിറ്റലുകളും അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഔദ്യോഗികമായി ഈ ഓർഗനൈസേഷൻസ് ഒരു അംഗീകാരം കൊടുക്കണമെങ്കിൽ എന്താ, കുറച്ച് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, അവർക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ ഒരു മാനദണ്ഡങ്ങള് ഹോസ്പിറ്റലുകൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാണ്, അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങള് അവർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഓർഗനൈസേഷൻ ആ ഹോസ്പിറ്റലുകൾക്ക് അവരുടെ ഒരു അംഗീകാരം കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കും? JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ NAV അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമുക്ക് പേഷ്യന്റിന് ഒരു പേടിയും വേണ്ട, അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അല്ലെ. ആ ക്വാളിറ്റി, അവര് നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുറെ സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ട് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആ ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി കൊടുക്കുന്ന അംഗീകാരം. ഇപ്പൊ അവാർഡുകളും സാധനങ്ങളൊക്കെ കൊടുക്കൂലേ, അതുപോലെ ഹോസ്പിറ്റലുകൾ അവരുടെ, അപ്പൊ ആ ഓരോ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകള് അത് നമുക്ക് ഇതിനകത്ത് പഠിക്കാണ്ട് കേട്ടോ. ഓരോ സ്റ്റാൻഡേർഡുകള് 10 സ്റ്റാൻഡേർഡ് ആണ്. അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് PGയിലും പഠിക്കാണ്ട്. ഓരോ സ്റ്റാൻഡേർഡുകളുടെയും കീഴിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ഇത് നമുക്ക് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ PGയിലും ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കൊടുക്കട്ടെ. ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞിട്ടുള്ളൂ. അതായത് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താ, ഈസ് എ ആക്ട് ഓഫ് ഗ്രാന്റിംഗ് credit or recognition that maintain a suitable standard. ഒരു suitable ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ്, കുറച്ച് മാനദണ്ഡങ്ങൾ ആ ഹോസ്പിറ്റലുകൾക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലായോ ആ വേർഡിന്റെ മീനിങ് എന്താണെന്നുള്ളത്? ഒന്ന് എഴുതി വെച്ചിട്ടോ. എന്താ, ഔദ്യോഗികമായി കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. Is a process. Accreditation is a process in which an entity എന്ന് പറഞ്ഞ സ്ഥാപനം
separate and distinct from the healthcare organization. Healthcare organization വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് നിൽക്കുന്ന ഒരു സ്ഥാപനം. നോക്കിയേ, നോർമലി നോൺ ഗവൺമെന്റൽ. നോക്കിയേ, അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം. ഇത് ശരിക്കും അതിന്റെ മീനിങ് അല്ലാട്ടോ കൊടുത്തേക്കണേ, ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞേക്കണേ. മീനിങ് എന്ന് പറഞ്ഞ വേണമെങ്കിൽ നിങ്ങൾ ഒറ്റ സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. അവിടെ സ്പേസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ടെക്സ്റ്റിന്റെ താഴെ സ്പേസ് ഇല്ലേ? എന്താണ് അക്രഡിറ്റേഷൻ, ആ ഒരു ഡെഫിനിഷൻ ഒരു സെന്റൻസ് എഴുതി വെച്ചോ. Accreditation is the act, act of granting, അനുവദിക്കുക, granting, granting, recognition, അംഗീകാരം, recognition, recognition, recognition that maintains, suitable standards. അതാരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലുകൾ കേട്ടോ, ഒരു അംഗീകാരം കൊടുക്കുകയാണ്. The act of granting recognition that maintain a suitable standards. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ അവര് മെയിൻറ്റെയിൻ ചെയ്തതിന് കൊടുക്കുന്ന അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ ഹോസ്പിറ്റലുകൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു അക്രഡിറ്റേഷൻ. എന്തായാലും അവർക്കിടെ ഇപ്പൊ ഏത് ഓർഗനൈസേഷൻ ആണ് അവർക്കിടെ ആ മാനദണ്ഡങ്ങള് ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവര് അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവര് കൊടുക്കുന്ന ഒരു അംഗീകാരം, അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, is a process in which an entity is separate and distinct from the health care organization, normally non-governmental. എന്താ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന് വേറിട്ട് നിൽക്കുന്നതും വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനമാണ് നോർമലി നോൺ ഗവൺമെന്റൽ. ഇനി നോക്കി അവിടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞേക്കാണ്. Access the healthcare organization to decide if it met a set of needs or standards plan to improve the safety and quality of care. Assess ചെയ്യാന്ന് വെച്ചാൽ അസസ് വിലയിരുത്തുക അല്ലെ, എന്താ പറഞ്ഞേക്കണേ? Access the healthcare organization to decide if it met a set of standards plan to improve the safety and quality of care. Improve the safety, അവരുടെ സേഫ്റ്റി, ആ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന പരിചരണം അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആവശ്യങ്ങള്, ഒരു കൂട്ടം സ്റ്റാൻഡേർഡ്സുകള് പാലിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി എങ്ങനെ? അതായത് ഇപ്പൊ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞ എന്താ, അവിടെ നല്ല ക്വാളിറ്റിയാണ്, ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, നല്ല ഗുണനിലവാരമുള്ള ഒരു കെയർ ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പേഷ്യന്റിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നല്ല ഗുണനിലവാരമുള്ള ഒരു കെയർ കൊടുക്കുക അല്ലെ. സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുക, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതൊക്കെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലുകള് ആ ഓർഗനൈസേഷന്റെ സ്റ്റാൻഡേർഡുകള് അവര് പാലിക്കുന്നുണ്ടോ എന്ന് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെ വിലയിരുത്തുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന വോളണ്ടറി ആണ്. എന്താ വെച്ചാ വോളണ്ടറി എന്ന് പറഞ്ഞ എന്താ? അക്രഡിറ്റേഷൻ ഈസ് യൂഷ്വലി വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞ എന്താ? കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങള് പാലിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ,
ആ ഓർഗനൈസേഷൻ ആ ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുള്ളൂ, അല്ലെ? അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. അല്ലാതെ എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ നോക്കൂല, അല്ലെ? ആ അവര് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ JCI ആണെങ്കിൽ JCI അവർക്കുടെ ആ മാനദണ്ഡങ്ങള് അത് ആ ഹോസ്പിറ്റലുകള് എന്താ പറയാ അത് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അവര് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അതെന്ന് പറഞ്ഞ ആരെയും നോക്കിയിട്ടല്ല, ആളുകൾ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ റെക്കമെൻഡേഷനിൽ കൊടുക്കുന്നതല്ല ആ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അതെങ്ങനെയാ, അത് കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ നോക്കി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് വോളണ്ടറി എന്ന് പറയുന്നത്. കണ്ടോ, ആരുടെയും പ്രേരണ ഒന്നും തന്നെ ഇല്ലാതെയാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. It has gained worldwide attention as an effective quality assessment and management tool. ഫലപ്രദമായിട്ടുള്ള ഒരു ഗുണനിലവാരം വിലയിരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിലും ഇത് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്താ, ഇപ്പൊ നമ്മളൊരു ഇങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന പല ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങള്, അവര് പറയുന്ന കാര്യങ്ങള് എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പറയുന്ന മാനദണ്ഡങ്ങള് ആ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ എന്ത് ചെയ്യുന്നു, ആ ഓർഗനൈസേഷൻ ആ ഹോസ്പിറ്റലിന് അവർക്കുടെ ഒരു അംഗീകാരം കൊടുക്കും. അതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? ഡെഫിനേഷൻ ഒന്നും ചോദിക്കില്ല, എല്ലാരും മനസ്സിലാക്കി വെക്കുക എന്താണുള്ളത്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. നമ്മൾ കുറച്ച് കാശ് കൊടുത്താൽ അവർ തരൂല. ക്ലിയർ ആണ് അല്ലെ? കുറച്ച് കാശ് കൊടുത്താൽ ആ ഒരു അംഗീകാരം കിട്ടൂല. അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്താ, വലിയ ആളുകൾ റെക്കമെൻഡ് ചെയ്താ അംഗീകാരം കൊടുക്കൂല. അവർക്കുടെ മാനദണ്ഡങ്ങൾ കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. ഓക്കെ, ഇനി നോക്കി ഇവിടെ ബെനിഫിറ്റ്സ് ആ പറഞ്ഞേക്കുന്നത്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എന്തൊക്കെയാണ് അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. ഫസ്റ്റ് വൺ എന്താണ്? ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക, അല്ലെ? ഇപ്പൊ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്, ഇവിടെ JCI അക്രഡിറ്റ് ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ എല്ലാ ക്വാളിറ്റി, പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട, അല്ലെ? എല്ലാ ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കൊടുത്ത ഒരു അംഗീകാരം ആ ഹോസ്പിറ്റലിന് കിട്ടിക്കഴിഞ്ഞു, അല്ലെ? കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ അവര് നൽകുന്ന കെയർ, അവിടുന്ന് നൽകുന്ന സർവീസ് എല്ലാം ക്വാളിറ്റി ഉള്ളതായിരിക്കും, അല്ലേ? അപ്പൊ എന്താ, നമ്മുടെ ഒരു പൊതുവിശ്വാസം ഇംപ്രൂവ് ചെയ്യുക. ആ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും വിശ്വാസമല്ലേ? അക്രഡിറ്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ വിശ്വാസമല്ലേ? അപ്പൊ അങ്ങനെ ആ പൊതുവിശ്വാസം ഇംപ്രൂവ് ചെയ്യുക. രണ്ടാമത് നോക്കിയേ, പ്രൊവൈഡ് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ ഇതുപോലെ ഈ സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാ സ്കൂളുകളിലും ഒന്നും കുട്ടികളെ ആക്കില്ല, അല്ലെ? നമ്മൾ നോക്കുക അഫിലിയേറ്റഡ് ആണോ, അല്ലെ? സ്റ്റാൻഡേർഡ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് വാല്യുവേഷൻ ഉണ്ടോ, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നല്ല സ്റ്റാൻഡേർഡ് സ്കൂളിലേക്കല്ലേ നമ്മൾ വിടുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും ഇങ്ങനെ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് അവിടെ പിന്നെ ഒന്നും നോക്കണ്ട, എല്ലാരും നോക്കി അവർക്ക് അംഗീകാരം കിട്ടിക്കഴിഞ്ഞു, അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, നമുക്ക് ആ ഒരു പൊതുവിശ്വാസം ഇംപ്രൂവ് ചെയ്യാം, വർദ്ധിപ്പിക്കുക. അടുത്ത നോക്കിയാൽ പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. ഇങ്ങനെ ഒരു സുരക്ഷിതവും കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക. സേഫ് ആയിരിക്കും, അല്ലെ? അതുപോലെ എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. നെഗോഷിയേറ്റ് എന്ന് വെച്ചാൽ ചർച്ച, അല്ലെ? ആ ഒരു പേയ്മെന്റ്, സോഴ്സ് ഓഫ് പേയ്മെന്റുമായിട്ട് എന്ത് ചെയ്യാ, ആ ഒരു ചർച്ച നടത്തുക. നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. Then listen to patient and their family, respect their right and involve them in the care process as a partners. Listen to patients. അതായത് എന്താ, രോഗികളെ ശ്രദ്ധിക്കും, അല്ലെ? അവർക്കുടെ കാര്യങ്ങൾ, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി
മൂന്നാമത്തെ പോയിന്റ് ആണോ? മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നെഗോഷിയേറ്റ് ചെയ്യുക, ചർച്ചകൾ നടത്തുകയാണ്. അതായത് നമുക്ക് ആ ഒരു സോഴ്സ് ഇല്ലേ, നമുക്ക് ആ ഇത് ലഭിക്കുന്ന ഒരു ഉറവിടങ്ങളുമായിട്ട് ചർച്ച നടത്താം. അതായത് എന്താ പറയാ, കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കാന്നുള്ള കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ആ ഒരു അതിനുള്ള ഒരു എന്താ പറയാ ഒരു അവസരം കൂടി അവിടെ ഉണ്ട്. ആ സോഴ്സ് ഓഫ് പേയ്മെന്റുമായിട്ട് ചർച്ച നടത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അത് ഈ ഒരു അക്രഡിറ്റേഷന്റെ ഒരു ബെനിഫിറ്റിൽ നമുക്കൊന്ന് ഉൾപ്പെടുത്താം. ഓക്കെ, പിന്നെ അത് പേഷ്യൻസിനെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ലിസൺ ടു പേഷ്യന്റ് അല്ലെ, എല്ലാ പേഷ്യന്റിനും ഇൻഡിവിജ്വൽ ആയിട്ട് നല്ല കെയർ കൊടുക്കുന്നുണ്ട്. അവരുടെ സേഫ്റ്റിയാണ് കൂടുതൽ നോക്കുന്നത് അല്ലെ. അപ്പൊ പേഷ്യന്റിനെ കൂടുതൽ ശ്രദ്ധിക്കുകയും അവരുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ പേഷ്യന്റിന് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഹോസ്പിറ്റലിലുള്ള അവകാശങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ അസുഖം എന്താണെന്ന് അറിയാനും അവർക്ക് എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കുന്നത് അല്ലെ കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം ആ പേഷ്യന്റിനും ഫാമിലിക്കും ഉണ്ട്. അവർക്കുടെ അവകാശങ്ങളെ പേഷ്യന്റിന്റെയും അവർക്കുടെ അവരുടെ അവകാശങ്ങളെയൊക്കെ മാനിക്കുകയും കെയർ പ്രോസസ്സിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. And involve them in the care process of partners. പാർട്ട്ണറെ പോലെ അവരെയും കൂടി ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതായത് ഇത്രയേ ഉള്ളൂ, പേഷ്യന്റിനും ഫാമിലിക്കും കൂടി എന്താ അവരെയും കൂടി അവരുടെ അവകാശങ്ങളെയും കൂടി പരിഗണിച്ച് അല്ലെ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, അതായത് പേഷ്യന്റ് സേഫ്റ്റിയാണ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ പേഷ്യന്റും ഫാമിലിയുമായിട്ട് കുറച്ചും കൂടി ഒരു നല്ലൊരു കോപ്പറേഷനും പിന്നെ എന്താ പറയാ അവർക്ക് അവരുടെ അവകാശങ്ങളെയൊക്കെ മാനിക്കുന്ന രീതിയിലുള്ള കെയർ ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്കൊരു ലേണിങ്ങിന് വേണ്ടി പഠിക്കുന്നതിനായിട്ട് ഒരു നല്ലൊരു കൾച്ചർ സൃഷ്ടിക്കുക. ജനറേറ്റ് എ കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. പഠിക്കാനായിട്ട് ഒരു തുറന്ന ഒരു കൾച്ചർ സൃഷ്ടിക്കുക. Then establish collaborative leadership and continuous leadership. എന്താണ് നേതൃത്വം, സഹകരണ നേതൃത്വവും കൊളാബറേറ്റീവ് ലീഡർഷിപ്പ്, സഹകരണ നേതൃത്വവും കണ്ടിന്യൂസ് ലീഡർഷിപ്പ്, തുടർച്ചയായിട്ടുള്ള നേതൃത്വവും സ്ഥാപിക്കുക. ഇത് അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സിൽ പറഞ്ഞു കേട്ടോ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണ ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ഒക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം, ഒന്ന് വായിച്ചു വെച്ചേനെ കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ബെനിഫിറ്റ്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, JCI ആണ്. ഇൻട്രൊഡക്ഷൻ ടു JCI. അതിനകത്ത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് JCIയുടെ എക്സ്പാൻഡഡ് ഫോം, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇത് നോട്ട് ചെയ്തേ, അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് വെച്ചാൽ മതി. നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI. ഒന്ന് നോട്ട് ചെയ്തോട്ടെ, അവിടെ ഉണ്ട്. ഇന്റർനാഷണൽ ലെവലില് അന്തർദേശീയ തലത്തില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയുന്നത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്ക് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്കൊക്കെ അങ്ങനെ അവരുടെ പ്രോഗ്രാംസിന് ഒക്കെ കൊടുക്കുന്ന ഒരു അംഗീകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമാക്കിയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് കേട്ടോ. US ബേസിലുള്ളതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതാ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അല്ല ഇത്രയും നോക്കാം, ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് JCI. ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അന്തർദേശീയ തലത്തില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, JCI എന്ന് പറയുന്നത്. കിട്ടിയ ഇന്റർനാഷണൽ ലെവലിലാട്ടോ, ഇന്റർനാഷണൽ ലെവലിലാണ്
ഇന്റർനാഷണൽ ലെവലിലാണ് കേട്ടോ. ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് JCI എന്ന് പറയുന്നത്. അവര് അഡ്വൈസറി ബോഡി ആയിട്ട് പല എന്താ അഡ്വൈസറി ബോഡികളായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. പല പബ്ലിക്കേഷൻസ് അവർക്കുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങള് അങ്ങനെയുള്ളതെല്ലാം ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Okay, Joint Commission International was established in the late 1990s to observe the hospital outside the United States. Outside the United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒരു ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1990കളുടെ അവസാനത്തില് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇല്ല, എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്? എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1990കളുടെ അവസാനത്തിൽ. എന്തിനു വേണ്ടിയാ? ടു ഒബ്സർവ് ദ ഹോസ്പിറ്റൽ. എവിടെയുള്ളത്? ഔട്ട്സൈഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്തുള്ള ഹോസ്പിറ്റലുകളെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1990കളുടെ അവസാനത്തിൽ സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷനാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണ്? അപ്പൊ അതിന്റെ മിഷൻ എന്താണ്? ലക്ഷ്യം എന്തായിരിക്കും? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, പേഷ്യന്റിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് കേട്ടോ. JCI, which is also known for profit. ഇത് പ്രോഫിറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇതല്ല, അല്ലെങ്കിൽ ലാഭേച്ഛ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഈ ലാഭത്തിന് വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ്. ഇങ്ങനെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ ലാഭത്തെ നോക്കാതെ ലാഭേച്ഛ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. പ്രസന്റ്ലി അക്രഡിറ്റ് ഫെസിലിറ്റീസ് ഇൻ ഏഷ്യ, യൂറോപ്പ്, ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് അമേരിക്ക. കണ്ടോ, ലാഭേച്ഛ ഇല്ലാതെ ഏഷ്യയിലെ, യൂറോപ്പിലെ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്ക എന്നിവിടങ്ങളിലെ ഫെസിലിറ്റികൾക്ക് എന്ത് ചെയ്യുന്നു? അംഗീകാരം നൽകുന്നു. ഇതിപ്പോ നമ്മുടെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഇതൊക്കെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ആട്ടോ. അപ്പോളോ ഹോസ്പിറ്റല്, ആസ്റ്റർ മെഡിസിറ്റി, അഹല്യ ഹോസ്പിറ്റൽസ്, ഇതെല്ലാം ഏതാണ്? ഈ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിന് 2-3 എക്സാമ്പിൾസ് ആണ്. അപ്പൊ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല്. അപ്പൊ ഇത് എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അപ്പൊ അതൊരു ലാഭേച്ഛ പ്രവർത്തിക്കുന്ന ഈ ഏഷ്യയിലെ, യൂറോപ്പിലെ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് അമേരിക്കയിലൊക്കെ സൗകര്യങ്ങൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. A common JCI accredited hospital worldwide shows 820 hospitals in 47 and above countries. കണ്ടോ, 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലായിട്ട് ലോകവ്യാപകമായി എത്ര ഹോസ്പിറ്റലുകളുണ്ട്? JCI accredited ഹോസ്പിറ്റൽ. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. 820 ഹോസ്പിറ്റൽസ്. 820. അത് ഓരോ ഇതനുസരിച്ച് മാറാട്ടോ. അപ്പൊ അവരുടെ ഓരോ 3 വർഷം കൂടുമ്പോഴും അവര് മാനദണ്ഡങ്ങള്, അവരുടെ സ്റ്റാൻഡേർഡ് റിവൈസ് പുതുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഒരു 8th എഡിഷൻ ഒക്കെ അത് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാന്ന് വിചാരിച്ചാണ്. അത് നമ്മൾ പഴയ ഇതനുസരിച്ചാട്ടോ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ റീസെന്റ് അല്ല. അപ്പൊ ഈ ഒരു സമയത്ത് ഇതനുസരിച്ച് 820 ഹോസ്പിറ്റൽസ് ആണ്. അത് മാറിയൊക്കെ വരാം. 820 ഹോസ്പിറ്റൽസ് ആണ് ഈ നമ്മുടെ ലോകവ്യാപകമായി JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് എത്രയാ? 47 അതിന് മുകളിലുമുള്ള രാജ്യങ്ങളിലായിട്ട്. ഇത് നോക്കിയേ, എന്നത്തെ ആ കണക്ക് പറഞ്ഞേക്കുന്നേ? As listed on the JCI website till 2015. 2015 വരെയുള്ള JCI വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന ആട്ടോ. അതിന്റെ ലിസ്റ്റ് ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് 2025 ആയില്ലേ, അപ്പത്തേക്കും അതിനൊക്കെ വ്യത്യാസം വരാം.
ഇപ്പൊ 2015 വരെയുള്ള JCIയുടെ വെബ്സൈറ്റില് 820 ലോകവ്യാപകമായിട്ട് JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റല് 820 ഹോസ്പിറ്റൽ കേട്ടോ, 820 ഹോസ്പിറ്റൽസ്. അത് 47 അതിന് മുകളിലുള്ള രാജ്യങ്ങളിലുമായിട്ട്. അതിൽ നോക്കിയേ, ഇൻ 21 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ, 21 ഹോസ്പിറ്റലിലാണ് ഇന്ത്യയിലെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ആസ്റ്റർ മെഡിസിറ്റി, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റല് അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റല്, ഇതൊക്കെ പാലക്കാടുള്ളതാട്ടോ. അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റല് പാലക്കാടുള്ളത്, ഇതൊക്കെ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇന്ത്യയിൽ 21. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2015 വെബ്സൈറ്റ് അനുസരിച്ച് ചോദിക്കാം കേട്ടോ. അങ്ങനെ ചോദിക്കുമ്പോൾ ആ നമ്പർ കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തിട്ടുക. അവിടെ JCIയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ട് പറയുന്നത്? അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടിരിക്കാൻ പറ്റുന്നല്ല അല്ലെ? അതായത് പൊതുവെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ 820 ഹോസ്പിറ്റൽസ്, അതില് 21 ഹോസ്പിറ്റൽ ആണ് ഇന്ത്യയിലുള്ളത്. അത് എന്നത്തെയാ? 2015 വരെയുള്ള ഈ JCIയുടെ വെബ്സൈറ്റില് ലിസ്റ്റില് നോക്കിയിട്ടുള്ളതാട്ടോ. ഇനി JCI സ്റ്റാൻഡ്സ് ഫോർ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. എക്സ്പാൻഡ് JCI. JCI എന്ന് പറഞ്ഞ എന്താ? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. It is a US based non for profit accreditation body. കണ്ടോ? US based ആണ്, നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രോഫിറ്റിനുള്ളതല്ല അല്ലെ, ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. Which sets and address standards for the healthcare providers' level of performance in key functional area like patient rights, patient treatment and infection control. കണ്ടോ? അതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ പറയുന്നത് ലാഭേച്ഛ പ്രവർത്തിക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അവിടെ എന്താണ് അവരുടെ സ്റ്റാൻഡേർഡ്സിൽ അവരെന്തൊക്കെയാ ഉൾപ്പെടുത്തിയത്? പേഷ്യന്റിന്റെ അവകാശങ്ങള് അല്ലെ, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, ഇൻഫെക്ഷനെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ്, ആ സ്റ്റാൻഡേർഡുകളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, അവരുടെ ഒരു കണ്ടീഷൻ, പേഷ്യന്റ് റൈറ്റ്, ഇൻഫെക്ഷൻ കൺട്രോള് എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇതാണ്. അതായത് ആ ഒരു മേഖലകളിലൊക്കെ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു മാനദണ്ഡങ്ങൾ അവർക്ക് അതിനനുസരിച്ച് നിശ്ചയിക്കാനും കൂട്ടിച്ചേർക്കാനും പറ്റും. അപ്പൊ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സിൽ ഈ കാര്യങ്ങൾക്കാണ് അവര് മുൻഗണന കൊടുത്തേക്കുന്നത്. കണ്ടോ? വിച്ച് സെറ്റ്, അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അഡ്രസ് ദ സ്റ്റാൻഡേർഡ് ഫോർ ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. കണ്ടോ? ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് അവർക്ക് ആ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം, അവർക്ക് അത് ചെയ്യാൻ പറ്റും. എന്തിനു ബേസ് ചെയ്താണെന്നുള്ളതാണ്, എന്തിനു ബേസ് ചെയ്തിട്ടാണ്? ലെവൽ ഓഫ് പെർഫോമൻസ് ഇൻ കീ ഫങ്ഷണൽ ഏരിയ. ആ പെർഫോമൻസിന്റെ ലെവല്, പേഷ്യൻസിന്റെ അവകാശങ്ങള്, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ, ഇതിനെയൊക്കെ ആ പ്രകടന ഒരു നിലവാരം, ഇതിനൊക്കെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും അവർക്ക് കൂട്ടിച്ചേർക്കാനും പറ്റും. അതാണ് അവര് ഓരോ 3 വർഷം കൂടുമ്പോഴും അവരുടെ സ്റ്റാൻഡേർഡുകൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഹോസ്പിറ്റലും എന്ത് ചെയ്യണം? അതിനനുസരിച്ച് അവരുടെ എന്താ പറയാ, അവര് പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡ് ആ മാനദണ്ഡങ്ങള് അവരും അത് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യും. എങ്കിൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അതായത് ഒരു പ്രാവശ്യം ഇപ്പൊ JCI അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് എന്താ പറയാ, അത് അവസാനം വരെ അങ്ങനെ നിൽക്കൂല. അടുത്ത 3 വർഷം കഴിയുമ്പോ വീണ്ടും അവരുടെ സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ വെച്ചിട്ട് മാനദണ്ഡങ്ങൾ പുതുക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഹോസ്പിറ്റല് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഹോസ്പിറ്റല് അവരുടെ മാനദണ്ഡങ്ങള്, ആ സ്റ്റാൻഡേർഡ്സ് അവര് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ വീണ്ടും അത് പുതുക്കി വീണ്ടും അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, JCI ഗോൾസ്. JCIയുടെ ലക്ഷ്യം എന്താ? is to improve the quality of health care in international community. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്?
JCI goal is to improve the quality of healthcare in the international community. International community le healthcare ന്റെ quality improve ചെയ്യുക. അതാണ് JCIയുടെ goal. അല്ലേ? അപ്പൊ അവർ അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അവര് പറയുന്ന സ്റ്റാൻഡേർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട്. അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയാ? ക്വാളിറ്റി. നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവര് കൊടുക്കുള്ളൂ, അവർ അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താ? JCI എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താ? ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. അണ്ടർലൈൻ ചെയ്തിട്ടേ. അതെങ്ങനെയാ ഇനി? ബൈ ഗിവിംഗ് വേൾഡ് വൈഡ് അക്രഡിറ്റേഷൻ സർവീസ്. ലോകമെമ്പാടുമുള്ള അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകിയിട്ട് അന്താരാഷ്ട്ര സമൂഹത്തില്, ഇന്റർനാഷണൽ ആ ഒരു കമ്മ്യൂണിറ്റിയില് എന്ത് ചെയ്യുക? ആരോഗ്യ സംരക്ഷണത്തിന്റെ ആ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് JCIയുടെ ഗോൾ. കിട്ടിയ? ക്ലിയർ ആയോ? കുറച്ച് പോയിന്റ് ആയിട്ട് ഇങ്ങനെ തന്നേക്കാം, അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. Then JCI standards would like us to improve the patient care, safety and a path of continuous quality improvement. ഇനി ഈ JCIയുടെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാ? എന്താതൊക്കെ എങ്ങനെയാ? would take us to improve the patient care. അല്ലെ? patient care, രോഗി പരിചരണം ഇംപ്രൂവ് ചെയ്യുക, പേഷ്യൻസിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുക, സുരക്ഷിതത്വം ഇംപ്രൂവ് ചെയ്യുക, പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ ഇംപ്രൂവ് ചെയ്യുക. ആൻഡ് ദ പാത്ത് ഓഫ് എന്തിന്റെ ഒരു വഴിയാ? കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. തുടർച്ചയായിട്ടുള്ള ക്വാളിറ്റി വർധനവ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഒരു വഴിയും കൂടിയാണ് JCI സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അല്ലേ? അതായത് എന്താ പറഞ്ഞേക്കുന്നേ? പേഷ്യന്റിന് നല്ല കെയർ കൊടുത്ത് മാത്രമാണ്, അല്ലെങ്കിൽ പേഷ്യന്റ് നല്ല സേഫ്റ്റി കൊടുക്കണം, ആ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യണം, പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ ഇംപ്രൂവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതാ പറഞ്ഞത്, ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്നും അത് നിലനിൽക്കില്ല. ഓരോ 3 വർഷം കൂടുമ്പോഴും JCI അവരുടെ മാനദണ്ഡങ്ങൾ റിവൈസ് ചെയ്യും, വീണ്ടും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പൊ അതിനനുസരിച്ചും എന്ത് ചെയ്യണം? ഹോസ്പിറ്റല് കണ്ടിന്യൂസ് ആയിട്ട് ആ ക്വാളിറ്റി അവർ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരണ്ടേ, എന്നാലല്ലേ പിന്നത്തെ പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അല്ലേ? അപ്പൊ ഹോസ്പിറ്റലുകളിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പാത്ത് കൂടിയാണ്, ഒരു വഴിയും കൂടിയാണ് JCI സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നോക്കിയേ, ദിസ് വുഡ് സ്ട്രെങ്തൻ ദ പേഷ്യന്റ്. അപ്പൊ ഇതെന്ത് ചെയ്യും? പേഷ്യന്റിനെ സ്ട്രെങ്തൻ ചെയ്യും. അല്ലെ? പേഷ്യന്റിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തും. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, ഇതൊക്കെ. ആൻഡ് ഇൻഷുറൻസ് കോൺഫിഡൻസ് ആൻഡ് വുഡ് പ്രൊവൈഡ് കോമ്പറ്റേറ്റീവ് എഡ്ജസ്. അത് പേഷ്യൻസിന്റെയും ഇൻഷുറൻസിന്റെയും ആ ഒരു ആത്മവിശ്വാസത്തെയും മെച്ചപ്പെടുത്തുകയും അവർക്ക് ഒരു എന്താ പറയാ, കോമ്പറ്റേറ്റീവ്, ഒരു മത്സരാധിഷ്ഠിതമായ ഒരു നേട്ടം കൈവരിക്കുകയും ചെയ്യുന്നു. അല്ലെ? അപ്പൊ അവര് പല ഹോസ്പിറ്റലുകൾക്കും എന്താ പറയാ, ഈ അക്രഡിറ്റേഷൻ കിട്ടാൻ വേണ്ടി അവരങ്ങനെ ചെയ്യൂലേ. അപ്പൊ അവര് തമ്മിൽ എന്താ പറയാ, ഒരു കോമ്പറ്റീഷൻ ആണ് അവിടെ. അല്ലെ? ഹോസ്പിറ്റലുകൾ തമ്മിൽ ആ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അത്രയും മാനദണ്ഡങ്ങള്, ആ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യണം. ക്വാളിറ്റി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അല്ലെ? അപ്പൊ അതെന്താ പറഞ്ഞിരിക്കുന്നത്? പേഷ്യൻസിനെയും ആ ഇൻഷുറൻസിനെയൊക്കെ ശക്തിപ്പെടുത്തുകയും പിന്നെ അതുപോലെ തന്നെ അതെന്താ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു നേട്ടം കിട്ടുകയും ചെയ്യുന്നു. Then JCI accreditation is the gold standard. ഒരു സുവർണമായിട്ടുള്ള ഒരു ഗുണമേന്മയുടെ ഒരു സുവർണ നിലവാരമാണ് for the quality. കണ്ടോ? ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്വാളിറ്റി. ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് എന്തിന്റെയാണ്? JCI accreditation is the gold standard for quality. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ക്വാളിറ്റിയുടെ ഒരു സുവർണ നിലവാരമാണ്.
since it reflects the provision of the highest level of patient care and patient safety. ആ രണ്ട് കാര്യം ഓർക്കണം കേട്ടോ. ഈ നാബിന്റെ അല്ലെങ്കിൽ JCIയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ആ ഹോസ്പിറ്റലിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പേഷ്യന്റിന് നല്ല കെയർ കൊടുക്കുക, പേഷ്യന്റിന് സേഫ്റ്റി, ഹയസ്റ്റ് ലെവൽ പേഷ്യന്റ് കെയർ, ഹയസ്റ്റ് ലെവൽ ഓഫ് പേഷ്യന്റ് സേഫ്റ്റി. ആ രണ്ട് കാര്യങ്ങളുമാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ ഇതിനകത്ത് തന്നെയുണ്ട്. ഈ JCID ആണെങ്കിൽ എംബ്ലത്തിൽ തന്നെയുണ്ട്. അവിടെ പേഷ്യന്റ് കെയർ, ഹയസ്റ്റ് ലെവല് പേഷ്യന്റ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ആ എന്താ പറയാ ആ ഒരു ഹയസ്റ്റ് ലെവല് പേഷ്യന്റ് കെയർ, പേഷ്യന്റ് സേഫ്റ്റി അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നല്ല ലെവലില് പേഷ്യന്റ് കെയറും പേഷ്യന്റ് സേഫ്റ്റിയും റിഫ്ലക്ട് ചെയ്യുന്നതാണ് ആ JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അവിടെ JCI അക്രഡിറ്റേഷൻ ആണ്. ഇവിടെ നോക്കിയേ, ഇത് ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ JCI എത്ര തരത്തില് നോക്കിയേ, ഈച്ച് ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസിന് JCI അംഗീകാരം കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? JCI അക്രഡിറ്റ് 8 ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രോഗ്രാം. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ആ നമ്പറും നോട്ട് ചെയ്തോ കേട്ടോ. JCI accredit 8 type of health programs. 8 തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസുകൾക്ക് JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ആർക്കൊക്കെ കൊടുക്കണേ നോക്കിയേ, ആർക്കൊക്കെയാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആർക്കാണ്? ഹോസ്പിറ്റലിന് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, അക്കാദമിക് മെഡിക്കൽ ട്രസ്റ്റ്, മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, അതായത് എന്താ പറയാ അതിന്റെ ഈ ഹോസ്പിറ്റലിന്റെ ഇത് തന്നെയാണ്. അതായത് ഇൻ അഡീഷൻ ടു പേഷ്യന്റ് കെയർ സർവീസസ്, പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടക്ട് അക്കാദമിക് മെഡിക്കൽ ആൻഡ് ഹ്യൂമൻ സബ്ജക്ട് റിസർച്ചുകളും കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അവിടെ റിസർച്ചും കൂടി അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസർച്ചും കൂടി ചെയ്യാനുള്ള ഇത്, അല്ലെങ്കിൽ റിസർച്ചും കൂടി അവരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പേര് മാത്രം മതി കേട്ടോ. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസിന് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റി, ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ അല്ലെ. ആംബുലേറ്ററി കെയർ എന്ന് വെച്ചാൽ കെയർ provide by the outside settings അല്ലെ. പുറമേ ഉള്ള സെറ്റിംഗ്സിൽ നമ്മള് എന്താ കെയർ കൊടുക്കുന്നത്. ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾക്ക് എന്താ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽ ലബോറട്ടറീസിന് കൊടുക്കുന്നുണ്ട്. ഹോം കെയർ ഫെസിലിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. ലോങ് ടൈം കെയർ ഫെസിലിറ്റികൾക്ക് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ് കൊടുക്കുന്നുണ്ട്. പ്രൈമറി കെയർ സെന്റേഴ്സ്, പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങള്, ഇവർക്കെല്ലാം ഈ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയേക്കാണെന്ന് വായിച്ചു നോക്കിയേ, പേര് മാത്രം മതി. ഇനി എന്താണെന്നൊന്നും അത്ര ഡീറ്റെയിലേക്ക് പോകണം കേട്ടോ. അതായത് ഏതൊക്കെ ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റലിന്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലുകള്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റികൾക്ക്, ക്ലിനിക്കൽ ലബോറട്ടറീസിന്, ഹോം കെയർ ഫെസിലിറ്റികൾക്ക്, ലോങ് ടൈം കെയർ ഫെസിലിറ്റികൾക്ക്, മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻസ്, പ്രൈമറി കെയർ സെന്റേഴ്സ്, ഇതിനെല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി നോക്കി ഇവിടെ JCIയുടെ 5th എഡിഷൻ ആണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഇഫക്റ്റീവ് ഫ്രം 1st April 2014. ഏപ്രിൽ 2014 ഏപ്രിൽ 1st 5th എഡിഷൻ വന്നത്. നോക്കിയേ, എഫക്റ്റീവ് ഫ്രം 1st April 2014, 2014 ഏപ്രിൽ 1 അന്നാണ് ആ ഫലവത്തായത്. ഇതാണ് പ്രാബല്യത്തിൽ വന്നത് കേട്ടോ. 2014 ഏപ്രിൽ 1 മുതൽ JCIയുടെ 5th എഡിഷൻ പ്രാബല്യത്തിൽ വന്നു. ഒരു മൂന്ന് വർഷം കൂടുമ്പോഴാണ് അത് അവര് റിവൈസ് ചെയ്യുന്നതിന് അടുത്തതിനകത്ത് പറയുന്നത്. അപ്പൊ 3 വർഷം കൂട്ടി വരുമ്പോ ഇപ്പൊ എത്രാമത്തെ എഡിഷനാണ്? 2025 വരുമ്പോഴത്തേക്കും എത്രയാ? 8th എഡിഷനാണ് ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ ഫോളോ ചെയ്യുന്നത് കേട്ടോ. JCIയുടെ 8th എഡിഷൻ.
ഇനി ഇവിടെ 5th എഡിഷനിലെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഈ JCIയുടെ 5th എഡിഷനെ നമ്മൾ 4 സെക്ഷനുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതിന്റെ പേരുകൾ മാത്രം പഠിച്ചു വെക്കണം. ആ സെക്ഷൻ 1, സെക്ഷൻ 2 ഏതാണ്, സെക്ഷൻ 3, സെക്ഷൻ 4 അങ്ങനെ 4 സെക്ഷനായിട്ടാണ് തിരിച്ചേക്കണേ. ആ 5th എഡിഷനില്ലേ, JCIയുടെ 5th എഡിഷനെ മൊത്തത്തില് 4 സെക്ഷനായിട്ട് തിരിച്ചിട്ട്, ഇപ്പൊ നിങ്ങളുടെ മൊത്തം സിലബസിനെ നമ്മള് 4 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടില്ലേ? ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, തേർഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂള്, അങ്ങനെ 52 ചാപ്റ്റർ, 52 ചാപ്റ്ററിന് നമ്മൾ തിരിച്ചു വെച്ചിട്ടില്ലേ മൊത്തത്തിൽ നിങ്ങളുടെ ഈ സിലബസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിലബസിനെ? അതുപോലെ ഈ JCIയുടെ 5th എഡിഷനെ അവര് 4 സെക്ഷനാക്കിയാണ് തിരിച്ചേക്കുന്നത്. ഇത് ഓരോ മാനദണ്ഡങ്ങളാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ആ 5th എഡിഷനിൽ പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡുകൾ, ഈ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ അവരുടെ 5th എഡിഷനെ അവർ 4 സെക്ഷൻ ആക്കിയാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്ത് സെക്ഷൻ 1-ല് നിങ്ങളുടെ പേപ്പർ 1 എന്ന് പറയില്ലേ, അതുപോലെ സെക്ഷൻ 1-ൽ എന്താ ഉൾപ്പെടുത്തിയേക്കുന്നത് അവര്? ഇൻക്ലൂഡ് അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്. അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്, അതാണ് APR എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു എക്സ്പാൻഡഡ് ഫോം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. 4 സെക്ഷനും ചോദിക്കാം. അതുകൂടാതെ ഇതിന്റെ ഓരോ സെക്ഷന്റെ ഉള്ളിൽ വന്നേക്കാന്നും ഒന്നും അങ്ങനെ ചോദിച്ചാൽ അധികം കണ്ടിട്ടില്ല. അതിനകത്തുനിന്ന് നമുക്ക് എന്താ പറയാ, കൂടുതലായിട്ട് ചോദിച്ച് കണ്ടേക്കണം. ഇവിടെ എക്സ്പാൻഡഡ് ഫോമിന് കുറെ ചാൻസ് എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഇതിന്റെ ഏതെങ്കിലും എക്സ്പാൻഡഡ് ഫോം ആണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇതിലൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, സെക്ഷൻ 1-ല് ഇൻക്ലൂഡ്, സെക്ഷൻ 1-ൽ എന്താ ഉൾപ്പെടുത്തിയേക്കുന്നത്, എന്താണ്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്, APR ആണ് കേട്ടോ. പങ്കാളിത്ത ആവശ്യങ്ങള്, പേഷ്യൻസിന്റെ അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്, പങ്കാളിത്ത ആവശ്യങ്ങള്, APR, അതാണ് സെക്ഷൻ 1-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്ഷൻ 2-ല് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങള്, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ് സെക്ഷൻ 2-ലെല്ലാം വരുന്നത്. സെക്ഷൻ 3-ല് വന്നേക്കുന്നത് നോക്കിയേ, കൺസിസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റുമായിട്ട്, ഭരണവുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് ആണ് സെക്ഷൻ 3-ൽ വന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് നോക്കിയേ, സെക്ഷൻ 4-ൽ ഏതാ വന്നേക്കുന്നത്? ഇൻക്ലൂഡ്സ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സ്. അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡ്സ്. അതിനകത്ത് ഈ പേര് പഠിച്ചു വെക്കണം. സെക്ഷൻ 1-ൽ എന്താ, സെക്ഷൻ 2-ൽ എന്താണ്, സെക്ഷൻ 3-ൽ എന്താണ്, സെക്ഷൻ 4-ൽ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഇനി അതിനെ വീണ്ടും അതിന്റെ ഓരോ സ്റ്റാൻഡേർഡ്സിനെയും വീണ്ടും നമ്മൾ തിരിച്ചേക്കാം. സെക്ഷൻ 1-ന് അത് മാത്രമേ വരുന്നുള്ളൂ. ഏതാണ്? അക്രഡിറ്റേഷൻ പാർട്ടിസിപ്പേഷൻ റിക്വയർമെന്റ്സ് മാത്രമേ സെക്ഷൻ 1-ൽ വരുന്നുള്ളൂ. ഇനി സെക്ഷൻ 2-ന് നോക്കിയേ, പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. അതില് നോക്കിയേ, IPSG, അവിടെ അതിന്റെ എക്സ്പാൻഡഡ് ഫോം കൊടുത്തിട്ടില്ല, ഒന്ന് എഴുതി വെച്ചോ. ഇന്റർനാഷണൽ patient safety goals. ഇതിനകത്തെ ആ സെക്ഷൻ 1-ല് കുറച്ച് കാര്യങ്ങൾ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, അതാണ് മെയിൻ. സെക്ഷൻ 2-ൽ വരുന്നത്. അതിന്റെ കീഴിൽ കുറച്ച് സപ്പായിട്ട് വന്നിട്ടുണ്ട്. ആ പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ തന്നെ പല എന്താ പറയാ, പല ചാപ്റ്ററുകളായിട്ട് വന്നിട്ടുണ്ട്. അതായത് പല എന്താ പറയാ, ഈ അതിന്റെ കീഴിൽ വരുന്ന സബ്ബാണ് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു ചാപ്റ്ററിൽ തന്നെ പല പല സെക്ഷനുകൾ വന്നില്ലേ, അതുപോലെ ഓരോ സബ്ബായിട്ട് വന്നേക്കുന്ന IPS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾസ്. അത്രയൊന്ന് എഴുതി വെച്ചാൽ മതി. ഇന്റർനാഷണൽ അത് അവിടെ കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഉണ്ട്. ഇന്റർനാഷണൽ പേഷ്യന്റ് സേഫ്റ്റി ഗോൾ, ഇതൊന്ന് എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെച്ചാൽ മതി. ACC എന്ന് പറഞ്ഞാൽ അസസ് ടു കെയർ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. കെയർ അസസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി,
അതാണ് ACC എന്ന് പറയുന്നത്. ഗോൾ അല്ല നമ്മള് ഇതെന്താ പറഞ്ഞേക്കുന്നത്, ഈ ഓരോ എന്താ പറയാ ഈ JCIയുടെ 5ാമത്തെ എഡിഷൻ അത് 2014 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നതാണ്. എന്താണ് മോളെ അതിനകത്ത് 4 G എന്ന് പറഞ്ഞതാണോ? G ആണോ? G എന്ന് പറഞ്ഞ ഗോൾ കേട്ടോ. G ഫുൾ ഫോം ആണ് ഗോൾസ്. ഇത്രയൊന്ന് മനസ്സിലാക്കി വയ്ക്കാം നിങ്ങള്. JCIയുടെ 5th എഡിഷന് 2014 ഏപ്രിൽ 1 അത് പബ്ലിഷ് ചെയ്തത്, അതായത് പ്രാബല്യത്തിൽ വന്നത്. അതിൽ അവർ കുറെ സ്റ്റാൻഡേർഡുകളാണ്. ഈ കാര്യങ്ങൾ ഹോസ്പിറ്റലുകൾ അവരെ മെയിൻറ്റെയിൻ ചെയ്താലാണ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ ആ 5th എഡിഷനെ തന്നെ അവരെന്ത് ചെയ്തു, 4 സെക്ഷനാക്കി തിരിച്ചു. അതാണ് ആ ഹെഡിങ് 4 സെക്ഷൻ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത്രയും മതി. ആ 4 സെക്ഷന്റെ പേര് മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കാം. 4 സെക്ഷൻ, നിങ്ങൾക്ക് 4 മൊഡ്യൂൾ തിരിച്ചില്ലേ, അതുപോലെ 4 സെക്ഷൻ ആക്കിയാണ് അവർ ആ സ്റ്റാൻഡേർഡിന് തിരിച്ചു വെച്ചത് കേട്ടോ. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4. അത് ഏതാണ് പേര് മാത്രം ഒന്ന് നോക്കി ചെയ്ത് വെക്കാം. ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ.